നമസ്കാരം. നമ്മളിന്ന് തൃശ്ശൂർ റൗണ്ടിലാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിൻ്റെ സ്വന്തം സ്വരാജ് റൗണ്ടാണ്. ഓണത്തിന് പുലിക്കളിയും കുമ്മാട്ടിയും ക്രിസ്മസ് പാപ്പകളും ജനലക്ഷം ഒഴുകിയെത്തുന്ന തൃശ്ശൂർ പൂരവും വെടിക്കെട്ടും എല്ലാം ഇവിടെയാണ് നടക്കുന്നത്. ഈ ഒരു റൗണ്ട് ഒറ്റ തവണ ചുറ്റിക്കറങ്ങാൻ 3.5 കിലോമീറ്റർ വേണം. തൃശ്ശൂരിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും സ്വരാജ് റൗണ്ട് എല്ലാവരും കണ്ടിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തൃശ്ശൂരിനെ കുറിച്ച് കാണാൻ ആഗ്രഹിക്കുന്ന, തൃശ്ശൂരിലേക്ക് വരാത്ത അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ മഹിമ അറിയുന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തൃശ്ശൂർ റൗണ്ടിൽ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. അതുപോലെ ഹോസ്പിറ്റല്, രാഗം തിയേറ്റർ, കല്യാൺ സിൽക്സ്, സിറ്റി സെൻറ്റർ, അതുപോലെ വിശ്രമിക്കാൻ പാർക്ക്. അപ്പോൾ ഇതെല്ലാം തൃശ്ശൂർ റൗണ്ടിലുള്ളതാണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തൃശ്ശൂർ റൗണ്ടിൽ വരണം. അതേപോലെ തന്നെ വൃക്ഷങ്ങൾ, തേക്കിൻകാട് മൈതാനമുണ്ട്, ഒരുപാട് വൃക്ഷങ്ങളുണ്ട്, ഒരുപാട് പഴക്കമുള്ള മാവുകളുണ്ട്, അതേപോലെ ആൽമരങ്ങൾ ഒക്കെ കാണാൻ കഴിയും. വലത് ഭാഗത്തായിട്ട് കാണുന്നത് പാർക്കിംഗ് ഏരിയയാണ്. ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല തണൽ മരങ്ങളാണ് ഉള്ളത്. അത് കാരണം വാഹനങ്ങളൊന്നും ഹീറ്റാവില്ല. തുറന്നിട്ട് കഴിഞ്ഞാൽ ചൂട് കാരണം അങ്ങനെ വരില്ല. അതുപോലെ തൃശ്ശൂരിലേക്ക് എവിടെ നിന്നും വരികയാണെങ്കിലും അവസാനം എത്തിപ്പെടുന്നത് ഈ സ്വരാജ് റൗണ്ടിലേക്കാണ്. എവിടെ നിന്ന് വന്നാലും ഈ റൗണ്ടിലേക്ക് എത്തിപ്പെടും. വന്നു കഴിഞ്ഞാൽ ഇവിടെ വിശ്രമിച്ചിട്ട് പോകാം. വലത് ഭാഗത്തായിട്ട് തന്നെ ഒരുപാട് പാർക്കിംഗ്, റൗണ്ടിൽ തന്നെ വലത് ഭാഗത്തായിട്ട് കയറാവുന്നതാണ് പാർക്കിങ്. നമ്മൾ നേരത്തെ ഒരു പാർക്കിംഗ് കണ്ടു. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈ ഭാഗത്തായിട്ട് വീണ്ടും പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ, എത്ര വാഹനങ്ങൾ വന്നാലും ഈ റൗണ്ടിൽ പാർക്കിങ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് എത്തിവിടെ പിന്നുള്ളൊരു സിഗ്നലാണ്. സിഗ്നലിൽ നിന്ന് റൈറ്റ് അതിലിടും നമുക്ക് ഈ പാർക്കിംഗ് ഏരിയയിലേക്ക് കിടക്കാം. ഇവിടെ സിഗ്നലാണ്. സിഗ്നലിൽ നിന്ന് വലത്തോട്ട് കയറി കഴിഞ്ഞാൽ പാർക്കിംഗ് ഏരിയയിലേക്ക് കിടക്കാം. ഒരുപാട് വാഹനങ്ങൾ കയറി പോകുന്നുണ്ട്. എത്ര വലിയ വാഹനമായാലും നമുക്ക് അവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. അതിനുള്ള സൗകര്യങ്ങളുണ്ട്. നല്ല തണലാണ്. ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എവിടെ വേണമെങ്കിൽ പാർക്ക് ചെയ്യാം. നല്ല സൗകര്യം. ഇടത്ത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തിരുവമ്പാടി അമ്പലം, തിരുവമ്പാടി പാറമക്കാവ് എന്നാണ് പറയുക. പൂരത്തിൻ്റെ പ്രധാനമായിട്ട് അത് വടക്കുന്നാഥൻ്റെ അവിടെ വെച്ചാണ് നടത്തുന്നത്. എൻ്റെ പോകുന്നതിൻ്റെ ഇടത് ഭാഗത്തായിട്ട് വടക്കേ സ്റ്റാൻഡിലേക്കുള്ള വഴിയാണ്. വലത് ഭാഗത്തായിട്ട് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ നെഹ്റു പാർക്ക്. ഒത്തിരി വലിയ പാർക്കാണ്. വിശ്രമിക്കാനും കുട്ടികൾക്ക് കളിക്കാനൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വാക്കിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഈ പാർക്കിൻ്റെ കിഴക്ക് ഭാഗത്താണ് അതിൻ്റെ ഗേറ്റ് നിൽക്കുന്നത്. ഇവിടെയാണ് അതിൻ്റെ ഗേറ്റ്. ഇതിലൂടെ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. നമ്മൾ വണ്ടിയെല്ലാം ഈ ഗ്രൗണ്ടിൽ ഇവിടെ പാർക്ക് ചെയ്തിട്ട് പാർക്കിലേക്ക് പോകണം. അങ്ങനെയാണ്. ഇവിടെ കാണുന്നത് വടക്കുന്നാഥൻ്റെ കിഴക്കേ ഗോപുരമാണ്. ഈ കിഴക്കേ ഗോപുരത്തിൻ്റെ ഓപ്പോസിറ്റാണ് പാറമക്കാവ് അമ്പലം. ഇതാണ് വടക്കുന്നാഥൻ്റെ കിഴക്കേ ഗോപുരം. ഇതിൻ്റെ മുന്നിലാണ് പാറമക്കാവ് അമ്പലം. ഈ റോഡിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ജില്ലാ ഹോസ്പിറ്റൽ അടുത്ത് തന്നെയാണ്. നല്ല ഹോസ്പിറ്റലാണ്. 20 രൂപയാണ് അവിടുത്തെ ഫീസ് ചാർജ് വരുന്നത്. മരുന്നൊക്കെ ഫ്രീ ആണ് ജില്ലാ ഹോസ്പിറ്റലിൽ. ഇപ്പോൾ നമ്മൾ വന്ന് ഇത് പാർക്കിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. പാർക്കിൻ്റെ ഉള്ളിലെത്തി വണ്ടി പാർക്ക് ചെയ്യുന്നത്. നമ്മളിനി വടക്കുന്നാഥനിലേക്ക് പോകും. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. വടക്കും നാഥ സർവം നടത്തും നാഥ
നിന്റെ നടക്കൽ ഞാൻ സാഷ്ടാംഗം നമിക്കും നീതാ. സമാധി കൊള്ളും സച്ചിന്മയ സംഹാരാധിപ, സമസ്താപരാധവും ക്ഷമിക്ക ദേവാ. വടക്കും നാഥ സർവം നടത്തും നാഥ, നിന്റെ നടക്കൽ ഞാൻ സാഷ്ടാംഗം നമിക്കും നീതാ. ഇത് ഒത്തിരി പഴക്കമുള്ള അരയാൽ മരമാണ്. ഈ വൃക്ഷം ഉണങ്ങിയതിന് ശേഷം അത് മുറിക്കാൻ തീരുമാനിച്ചു. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിന്നെ ചെറിയ കിളിർപ്പൊക്കെ വന്ന് ശാഖകളായി മാറി. ഇത് ഒരുപാട് പഴക്കമുള്ള വെള്ളത്തൊട്ടിയാണ്, ഒറ്റക്കല്ലിൽ തീർത്തതാണ്. ഇത് വടക്കുന്നാഥൻ്റെ കിഴക്കേ ഗോപുരം. ഇതാണ് തെക്കേ ഗോപുരം. ഇവിടെയാണ് പൂരം എഴുന്നള്ളിച്ചു വരുന്നത്. 2 പൂരങ്ങളും ഇതിലൂടെ വന്ന് നിരന്നു നിൽക്കുകയാണ്. കാന്ത ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാ. ഇത് പാറേമക്കാവ് അമ്പലം. കിഴക്ക് ഭാഗത്താണ് പാറേമക്കാവ് അമ്പലമുള്ളത്. ഇത് തിരുവമ്പാടി ഉണ്ണിക്കണ്ണൻ്റെ അമ്പലം. തിരുവമ്പാടി പാറേമക്കാവാണ് പൂരത്തിന് പ്രധാനം. ഇത് ആകാശഗോപുരം പോലെ മുട്ടി നിൽക്കുന്ന തൃശ്ശൂരിൻ്റെ പുത്തമ്പള്ളി. മനോഹരമാണ് ദൃശ്യങ്ങൾ. പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത്, ശക്തൻ ബസ് സ്റ്റാൻഡിനടുത്ത് പുതിയതായി നിർമ്മിച്ചിട്ടുള്ള ആകാശപാതയാണത്. എല്ലാവരും കാണാൻ നല്ലതാണ്, നല്ല ഭംഗിയാണ്. ചുറ്റും റൗണ്ട് ചെയ്ത് നടക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. രാത്രിയാണ് കൂടുതൽ ഭംഗി. ഇതിൻ്റെ ലൈറ്റുകളൊക്കെ തെളിയുമ്പോൾ രാത്രിയാണ്. അപ്പോൾ എല്ലാവർക്കും വന്ന് കാണാൻ ലിഫ്റ്റ് സൗകര്യമൊക്കെ ഉണ്ട്. മേലേക്ക് കയറാനുള്ള ലിഫ്റ്റും സൗകര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വന്ന് കാണാം. തൃശ്ശൂരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത പൂരം വരെയായി. അപ്പോൾ എല്ലാവരും തൃശ്ശൂരിലേക്ക് വരിക, തൃശ്ശൂർ റൗണ്ടിലിരിക്കുക, ആകാശപാത കാണാം, പൂരം കാണാം, വെടിക്കെട്ട് കാണാം, അടിച്ചു പൊളിച്ച് പോവാം. രാത്രിയിൽ കൂടുതൽ ഭംഗിയാണ്. അലങ്കാരങ്ങളൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഇട്ട് മനോഹരമാണ് ഈ ആകാശപാത. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, താങ്ക് യു.